ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചെക്ക് ക്രോസ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ എന്താണ് ചെക്ക് ക്രോസ് ചെയ്യുന്നത് നോക്കാം. 3 രീതിയിലും നമുക്ക് ചെക്ക് ക്രോസ് ചെയ്യാം. മെയിനായിട്ട് ജനറൽ ക്രോസിംഗ് ഉണ്ട്. എന്താണ് ജനറൽ ക്രോസിംഗ്? നമ്മൾ ചെക്ക് എഴുതുമ്പോൾ ചെക്കിൻ്റെ ടോപ്പിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് നമ്മൾ 2 ലൈൻ വരയ്ക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ചെക്ക് ക്യാൻ ഓൺലി ബി പെയ്ഡ് ടു എ ബാങ്ക് നോട്ട് ക്യാഷ് ഓവർ ദ കൗണ്ടർ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ പണം ട്രാൻസ്ഫർ ആവൂ. നമ്മൾ കൗണ്ടറിൽ നിന്ന് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നേരിട്ടിട്ട് ചെക്ക് ആളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് പോവുക. നെക്സ്റ്റ് അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. ഇതിലെന്താ പ്രത്യേകത? ഇതിൽ ചെക്കിൻ്റെ മുകളിൽ ഇതേ ടോപ്പിൽ 2 ലൈൻ വരച്ചിട്ടുണ്ട്. അതിൽ അക്കൗണ്ട് പേയി എന്ന് എഴുതിയിട്ടുണ്ടാവും. ജനറൽ ക്രോസിംഗിൽ ഒന്നും എഴുതില്ല. അക്കൗണ്ട് പേയി ക്രോസിംഗിൽ ഇവിടെ അക്കൗണ്ട് പേയി ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എമൗണ്ട് ക്യാൻ ഓൺലി ബി ഡെപ്പോസിറ്റ് ടു ദ നെയിംഡ് പേയി അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചെക്കിൽ ആരുടെ പേരാണോ എഴുതിയിട്ടുള്ളത് ആ ആളുടെ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇനി 3ാമത്തെ ക്രോസിംഗ് ആണ് സ്പെഷ്യൽ ക്രോസിംഗ്. ഈ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ആ ക്രോസിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ബാങ്കിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതാണ് സ്പെഷ്യൽ ക്രോസിംഗ്. അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് മസ്റ്റ് ബി പ്രോസസ്ഡ് ഓൺലി ബൈ ദി ഡെസിഗ്നേറ്റഡ് ബാങ്ക്. ഏത് ബാങ്കിൻ്റെ പേരാണോ എഴുതിയിട്ടുള്ളത് ആ ബാങ്ക് മുഖാന്തരം മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ചെക്ക് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത്. ആരാണ് ചെക്ക് ക്രോസ് ചെയ്യുക? ആരാണോ ചെക്ക് എഴുതുന്നത് അയാളാണ് ചെക്ക് ക്രോസ് ചെയ്യുക. അതായത് ഡ്രോയർ ഓഫ് എ ചെക്കാണ്. ചെക്ക് ഡ്രോ ചെയ്യുന്ന ആൾക്കാണ് ആ ചെക്കിനെ ക്രോസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്.